പുലാവാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. വെൽക്കം ടു ആർക്കേസ് ചാനൽ. നമ്മളിന്ന് ഈസി ആയിട്ട് ഒരു കുക്കർ പുലാവാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഒരു വീഡിയോയിലേക്ക് പോവാം. ഈ കുക്കർ പുലാവ് ഉണ്ടാക്കാനായി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഉള്ളി കൂടി ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ബീൻസിനെ ഒരു ഈ ഷേപ്പിലാണ് മുറിക്കുന്നത് കേട്ടോ. മുറിക്കുമ്പോൾ അങ്ങനെ വലിയ ഷേപ്പൊന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ ഒരു നീളത്തിൽ ഒരു സ്ലാൻഡിങ് ഷേപ്പിൽ എടുക്കുകയാണ് കേട്ടോ. ഇതും ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് മുറിക്കണം കേട്ടോ. എല്ലാ വെജിറ്റബിളും നിങ്ങൾക്ക് പ്രത്യേകം ഷേപ്പൊന്നും ഇല്ല. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം കേട്ടോ. ഞാനിന്ന് ജസ്റ്റ് ഒരു നീളത്തിൽ മുറിച്ചിട്ട് സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്യണത് അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ മുറിക്കാം. ഇതേപോലെ തക്കാളിയും കൂടി ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. പുലാവിനുള്ള എല്ലാ വെജിറ്റബിൾസും ഇതാ മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒരു 3-4 ഉള്ളി മുറിച്ച് വെക്കാം കേട്ടോ. സലാഡിനാണത്, പുലാവിൻ്റെ ഓക്കെ സലാഡ്. അതിനുള്ള പച്ചമുളകും എല്ലാം മുറിച്ച ശേഷം അതിനെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സലാഡിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അതിനെ ഒരു ബൗളിലാക്കി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ അടുത്ത് പോവാം. ഗ്യാസിലൊരു കുക്കർ വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഏതാ ഓയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഓയിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ നെയ്യൊക്കെ ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, പെരുംജീരകം എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. സോ ഇതൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ കേട്ടോ. നമ്മുടെ പട്ട, ഗ്രാമ്പു എല്ലാം നല്ലോണം മൂത്തു. അതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റുക. നല്ലോണം ഒന്ന് ആവട്ടെ കേട്ടോ. അതിലേക്ക് നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇനി ഗ്രീൻ പീസ്, പിന്നെ സോയ ചങ്ക്സ് അതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാനൊരു 2 കപ്പ് അരിയും കൂടി, അതായത് ബസ്മതി അരി കേട്ടോ, നമ്മുടെ ബിരിയാണി അരി, അതും കൂടി ഒന്ന് നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമാണ് അതിൽ മെയിൻ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് റൂസാണ് കേട്ടോ ബിരിയാണി, അതിന് 2 കപ്പ് വെള്ളം. ആ കണക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിരിയാണി അരി ഏതാണ് അതനുസരിച്ച് വെള്ളം എടുത്തോളൂ കേട്ടോ. 1-ന് 2 എടുക്കണം ഞാൻ. ഓക്കെ. പിന്നെ പച്ചക്കറികളുണ്ട് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് കൂടുതൽ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിൽ. ഓക്കെ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യുക. ഇനി ഞാൻ ഈ പുലാവിനുള്ള പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇതാ നമ്മുടെ കുക്കർ ചൂടൊക്കെ പോയി. അപ്പോൾ അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അടിപൊളി വെജ് പുലാവ് തയ്യാറാണ്. 1 പോട്ട് മീലായിട്ട്, ലഞ്ച് ബോക്സായിട്ട് ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. നമ്മളുടെ സലാഡും കൂടി ഒന്ന് റെഡിയാക്കുന്നുണ്ട് കട്ട തൈര് ഒഴിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഹോൾ മീൽ റെഡിയായിരിക്കുകയാണ്. അതായത് നമ്മുടെ വെജ് പുലാവ് റെഡിയായിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വന്ന് നമ്മൾ പിക്കിളുണ്ട്, പിന്നെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മളത്, പിന്നെ പപ്പടവും വറുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. ഓക്കെ. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം അറിയിക്കണം. ഓക്കെ.
ഹാപ്പി കുക്കിംഗ്.